ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മാസം 30-ാം തീയതിയാണ് ഷൂട്ടിംഗ്. ഈ വരുന്ന 15-ന് മുമ്പെങ്കിലും പണം റെഡിയാക്കിയാൽ ആ വേഷം തനിക്ക് തന്നെ കിട്ടും. ഒരു ചാൻസിന് വേണ്ടി എത്ര പേരാണ് എന്റെ പിറകെ നടക്കുന്നത് അറിയാമോ? ശരിയപ്പോ താൻ പണം റെഡിയാക്കിട്ട് വിളിക്ക്. ഞാനിപ്പോ സ്ക്രിപ്റ്റ് എഴുതുന്ന തിരക്കില്ല. സാർ, ഈ നായികയുടെ വീട്ടിൽ ജോലിക്കേറിയ ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അവർ സാറിനെ കാണാനായി പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഈ ഏത് സമയത്ത് തന്നെ എവരൊക്കെ ഇങ്ങനെ കയറി വന്നാലോ? എന്തായാലും താൻ പോയി വിളിക്ക്. സാറ് വിളിക്കുന്നു. സാർ, 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 എന്താടാ പേടിപ്പിച്ചളങ്ങല്ല? അത് സാറ് അനക്കമില്ലാതെ ഇരിക്കുന്ന കണ്ടപ്പോ സാർ ഇവരാണ് സാറിനെ കാണാൻ വന്ന. പുഷ്പ എല്ലാം പറഞ്ഞു തന്നിരുന്നല്ലോ അല്ലേ? എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് സാർ. പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. തന്നോട് ആരെങ്കിലും ചോദിച്ചോ? ദുബായിൽ 2 ആഴ്ചത്തെ ഷൂട്ടിംഗ് ഉണ്ടാവും. പാസ്പോർട്ടിലേക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. സാർ, കഥാപാത്രത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയമാകുമ്പോൾ പുഷ്പ വിളിച്ച് അറിയിക്കും. അപ്പൊ വന്നാൽ മതി. ശരി സാർ. എന്നാ പിന്നെ ഇപ്പൊ നിങ്ങൾ വയ്ക്കോ. ശരി സാർ. സാറേ, നോക്കാനൊന്നുമില്ല. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒരുപാട് പടങ്ങളുടെ ഷൂട്ടിംഗ് ഈ ലൊക്കേഷനിൽ നടന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഏത് പടം? മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഏത് പടമാണെന്ന് ഓർമ്മ പറഞ്ഞില്ല സാറേ. ലൊക്കേഷൻ എടുക്കാൻ വേണ്ടി ഓരോ തള്ളലുകൾ. ഒരു കാര്യം ചെയ്യ്, ലൊക്കേഷൻ വിശദമായിട്ട് നോക്കും. ഞാൻ ഒരാളെ കണ്ടിട്ട് ഇപ്പം വരാം. സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞില്ലേ, അയാളാണ് സാർ. ഇയാൾ ഈ പ്രായത്തിൽ ഡയറക്ഷൻ പഠിച്ചിട്ട് ഏത് കാലത്ത് ഒരു പടം ചെയ്യാനാ? എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും സാർ. തനിക്കെന്താ അമാനുഷ്യ ശക്തി ഉണ്ടോ? സംവിധാനം എന്ന് പറയുന്നത് കടലാണ്, കടൽ. അങ്ങനെ അത്ര പെട്ടെന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല സിനിമാ സംവിധാനം. സാറൊരു അവസരം കൊടുത്തു നോക്ക് സാറേ, അപ്പോൾ അറിയാലോ. ശരി ശരി. സിനിമയുടെ കാര്യങ്ങൾ മാത്രമല്ല, സിനിമയോടൊപ്പം എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം. അതായത് കുപ്പി, സിഗരറ്റ് തുടങ്ങിയവ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടി വരും. ചിലപ്പോ ഞാനിടുന്ന ഷൂ പോലും പോളിഷ് ചെയ്ത് വെക്കേണ്ടി വരും. എന്താ? എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് സാർ. എങ്കിൽ സിനിമ തുടങ്ങുന്നതുവരെ എന്റെ കൂടെ വീട്ടിൽ താമസിക്കാം. സന്തോഷമായല്ലോ, വളരെ ഉപകാരമുണ്ട് സാർ. ഇങ്ങേരിത് എവിടെ പോയി? വല്ലാത്ത ബോറടി. പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. എന്റെയും ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. സാറ് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയാൽ പിന്നെ ഒന്ന് ചുമയ്ക്കാൻ പോലും പറ്റില്ല. സാർ എവിടെ പോയിരിക്കുക? പ്രൊഡ്യൂസറെ കാണാൻ പോയിരിക്കുക. ഇനിയിപ്പോൾ വൈകിട്ടേ വരൂ. സാറിന് സിനിമയല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? വിദേശത്ത് എന്തൊക്കെയോ എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. ഞാനതൊന്നും അന്വേഷിക്കാൻ പോകാറില്ല. ഈ പടത്തിലെ നായിക ആരായിരിക്കും? നായകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പിന്നെയല്ലേ നായിക. നായകനായാലും നായികയായാലും സാറ് പുതുമുഖങ്ങളെ വെച്ചേ സിനിമ ചെയ്യൂ. സാറായിരിക്കും. ഞാൻ പോയി എടുക്കട്ടെ. സാറെ, സ്ക്രിപ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്.
ബഡ്ജറ്റിന്റെ ഒരു 50% എമൗണ്ടെങ്കിലും കിട്ടിയാലേ പടത്തിന്റെ പ്രാരംഭ ജോലികൾ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. കുറ്റിക്കട അറിയാലോ, ആദ്യമായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. തന്നെ വിശ്വസിച്ചാണ് ഞാൻ പണം മുടക്കുന്നത്. ആ ധൈര്യമായിരിക്കും. ഈ സിനിമ 100 കോടി ക്ലബിൽ വന്നിരിക്കും. ഞാനല്ലേ പറയുന്നത്. അടുത്ത പടം മോഹൻലാലിനെ വെച്ച് ചെയ്യേണ്ട പണം ഇതിൽ നിന്ന് തന്നെ കിട്ടും. മോഹൻലാലിനെ വെച്ച് പടം ചെയ്യുകയാണെങ്കിൽ നായികയെ ബോളിവുഡിൽ നിന്ന് തന്നെ വരുത്തണം. തമന്യത്തിന് നമുക്ക് കൊണ്ടുവന്നേ. പിന്നെ ഞാൻ നാളത്തെ ഫ്ലൈറ്റിൽ ദുബായിക്ക് തിരിച്ചു പോകും. സിനിമയുടെ പ്രാരംഭ കാര്യങ്ങൾ ഞാൻ വരുന്നത് വരെ കുറ്റിക്കാട് തന്നെ നോക്കണം. അത് പിന്നെ പറയണോ സാറേ, വളരെ ഭംഗിയായി തന്നെ ചെയ്തിരിക്കും. ഈ പടം വിജയിപ്പിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമല്ലേ? എന്നാൽ പിന്നെ പണം ഞാൻ കുറ്റിക്കാടിന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് തന്നെ ഇട്ടേക്കാം. അപ്പൊ ശരി സാറേ. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മാസം ഒരു 4 എണ്ണത്തോളം കയറ്റി വിടുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം ഒരു ഞഞ്ഞാ പറയരുത്. പണം കൃത്യമായി തന്നെ കിട്ടണം. ഇങ്ങോട്ടൊന്നും തരണ്ട, ഇങ്ങോട്ട് എപ്പോഴും അയച്ചുകൊണ്ടിരുന്നാൽ മതി. ഒരു സിനിമ ചെയ്യുന്നതിനേക്കാളും തലവേദനയാണ് ഈ എക്സ്പോർട്ട് ബിസിനസ്. എല്ലാം വെച്ച് കളഞ്ഞാലെന്ന് ആലോചിക്കുക. സാറ് വിദേശത്ത് എന്താ എക്സ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഈ ഫോണും ചാർജ് ചെയ്യാൻ പോയി. പുഷ്പ, പുഷ്പ, ഇവൻ എവിടെ പോയി തുളഞ്ഞു കിടക്കുന്നത്? എന്താ സാർ? എന്റെ ഫോൺ അവിടെ. ഫോണോ? അവനോട് പോയി ആ രമേശ്. ഞാനും നോക്കുന്നു സാറേ, അവനിവിടെ എങ്ങും കാണാനില്ല. അപ്പൊ അവൻ എന്റെ ഫോൺ ഇങ്ങോട്ട് മുങ്ങി. അവൻ വേറെ വല്ലതൊക്കെ അടിച്ചോണ്ട് പോയാന്ന് പോയി നോക്ക്. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ എത്തി. രമേശിനെ അന്വേഷിച്ചാണ് വന്നതെങ്കിൽ അവൻ ഇവിടുന്ന് മുങ്ങി എന്റെ ഫോണും കൊണ്ടുപോയി. അല്ല, സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. നല്ല പരിചയം. വേറെ എവിടെയല്ല, ഇവിടെ വെച്ച് തന്നെ. തന്റെ ഫോണുമായി മുങ്ങിയ രമേശ് ചന്ദ്രൻ. കുറ്റിക്കാടാ, നിന്റെ എല്ലാ തരികിടകളും കണ്ടുപിടിച്ചു കഴിഞ്ഞു. സംവിധാനത്തിന്റെ ABCD പോലും അറിഞ്ഞുകൂടാത്ത നീ സംവിധായകൻ. സിനിമയുടെ പേരും പറഞ്ഞ് എത്ര പേരുടെ പണമാടാ നീ തട്ടിയത്? അതുപോലെ ചാൻസ് ചോദിച്ചു വരുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ വിദേശ രാജ്യങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുക. ഇതാണല്ലേടാ നിന്റെ എക്സ്പോർട്ടിംഗ് ബിസിനസ്. സാറേ, അവൻ தெரியாதண்ணா, நீ அந்த போன் செக்யூரிட்டி கிட்ட கொடு. தம்பி, நான் டைரக்டர் கோவை சுந்தரம் பேசுறேன். என் பேரு ரஜினி சார் கிட்ட சொன்னா போதும், தெரியும். ஓகே 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 ஓகே.
சார் சான்ஸுக்காக ஒரு பெண்ணும் அப்பாவும் வந்திருக்காரு. என்ன ஊரு? தஞ்சாவூர். வர சொல்லு. இதுக்கு முன்னாடி ஏதாவது படத்தில் நடிச்சிருக்கா? நடிச்சிருக்கு, ஒரு 6 മാസങ്ങൾക്ക് മുന്നാടി. എടാ കള്ള കുറ്റിക്കാടാ, നീ വേഷം മാറി എവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ പൊക്കും.